ഇന്ന് നമുക്ക് ഈ ഒരു ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആർട്ട് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാലോ? ഇത് കാണുന്ന സമയത്ത് വരയ്ക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടൊക്കെ നമുക്ക് തോന്നും. പക്ഷേ സിമ്പിൾ ആയിട്ട് നമുക്കൊരു 30 മിനിറ്റ് ഉണ്ടെങ്കിൽ വരച്ചെടുക്കാനായിട്ട് പറ്റൂട്ടോ. ആദ്യം തന്നെ ഫ്രീ ഹാൻഡ് ആയിട്ട് ഇതുപോലെ കുറച്ച് വളഞ്ഞ ലൈൻസ് ഒന്ന് വരച്ചു കൊടുക്കുക. ശ്രദ്ധിക്കേണ്ട കാര്യം എല്ലാ ലൈൻസിന്റെ നടുഭാഗം ജോയിൻ ചെയ്യുന്നത് ഒറ്റ പോയിന്റിലായിരിക്കണം. ഇനിയെല്ലാം ഭയങ്കര സിമ്പിൾ ആണ്. നമ്മൾ ആ വരച്ചിട്ടുള്ള ലൈൻസിന്റെ ഇടയിൽ ഇതുപോലെ ചെറിയ ചെറിയ ആർക്ക് ഷേപ്പുകൾ വരച്ചു കൊടുക്കുക. ആ ഷേപ്പ് വരയ്ക്കുന്ന സമയത്ത് ആദ്യത്തെ ലൈനുമെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് അപ്പുറത്തെ ലൈനുമ്മൽ എൻഡ് ചെയ്യുന്ന പോലെ വേണം വരയ്ക്കാനായിട്ട്. എന്നാൽ മാത്രമാണ് നമ്മൾ ഇതുപോലെ ഫുൾ ആയിട്ട് വരച്ച് കഴിയുന്ന സമയത്ത് ഒരു ഡാർക്കർ ഷെയ്ഡ് ആ ലൈൻസുമിൽ ഫീൽ ചെയ്യുള്ളൂ. ഇനി നമ്മൾ ഓരോ ഷേപ്പിന്റെ ഉള്ളിലായിട്ട് ഇതുപോലെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് തോന്നുന്ന രീതിയിൽ ഒന്ന് കളർ ചെയ്ത് കൊടുക്കണം. ഇതിൽ നമ്മൾ ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളേഴ്സ് മാത്രമല്ല യൂസ് ചെയ്യുന്നത്, കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും കൂടെ അടിച്ചു കൊടുക്കുന്നുണ്ട്. അതിനാണ് ഇടയിൽ നമ്മൾ സ്പേസ് വിട്ടിട്ടുള്ളത്. ഇങ്ങനെ കാണാൻ തന്നെ നല്ല രസമുണ്ടല്ലേ? ഇതുപോലുള്ള ഡ്രോയിങ്സ് ഇനിയും ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും കമന്റ്സിൽ പറയണേ. ഇനി നമ്മുടെ ഒപ്റ്റിക്കൽ ഇല്യൂഷൻ ആയിട്ട് കംപ്ലീറ്റ് ആവാനായിട്ട് കുറച്ച് കോൺട്രാസ്റ്റ് ആയിട്ടുള്ള കളേഴ്സും കൂടെ ഞാൻ അടിച്ചു കൊടുക്കുന്നുണ്ട്. ഞാനപ്പോൾ ടോട്ടൽ ഒരു 7 കളേഴ്സ് ആണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് റെയിൻബോ കളേഴ്സ് ഒക്കെ കൊടുക്കാട്ടോ. ഈ കളേഴ്സ് ഒക്കെ ഫുൾ ആയിട്ട് അടിച്ചു കഴിയുമ്പോൾ കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ ഉണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ആരും മറക്കണ്ട.